بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. السلام عليكم. الحمد لله والصلاة والسلام على رسول الله. അമ്മാ ബഅദ്. ഈ സമ്മേളനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സെഷനാണ് ഇവിടെ ആരംഭിക്കുന്നത്. പഠന സെഷൻ. വളരെ ചെറിയ കണ്ടന്റുകൾ ലഭിച്ചാൽ അത് ആശയവിഭജനം നടത്തി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുവാൻ പ്രാപ്തരായ ഒരു സദസ്സാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂറും 2 മണിക്കൂറും നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങൾ ഈ സമ്മേളനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. മറിച്ച് വിഷയവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതിനെ വേണ്ട രൂപത്തിൽ വിപുലനം ചെയ്ത് നമ്മുടെ ക്ലാസ് റൂമുകളിൽ പ്രയോഗവൽക്കരിക്കാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. 2 പ്രൗഢമായ ക്ലാസ്സുകളാണ് ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, മതവിദ്യാഭ്യാസം, നവീന കാഴ്ചപ്പാടുകളും പ്രായോഗികതയും എന്ന വിഷയമാണ്. ഇത് സംസാരിക്കുന്നത് നമ്മുടെ CRൻ്റെ രചനാ സമിതിയിലെ മുഖ്യ അംഗവും കോഴിക്കോട് ഗവൺമെൻറ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിലെ ഇൻസ്ട്രക്ടറുമായ ബഹുമാന്യനായ CA സയ്യിദ് ഫാറൂഖി സാഹിബാണ്. അതുപോലെ 2ാമത്തെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ഒരു മനഃശാസ്ത്ര സമീപനം എന്ന വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ സുലൈമാൻ മേൽപ്പത്തൂർ. അദ്ദേഹം ഈ രംഗത്ത് ഏറെ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സെഷനിൽ അധ്യക്ഷം വഹിക്കുന്നത് CRൻ്റെ രചനാ സമിതി അംഗം തന്നെയായ ബഹുമാന്യനായ MP അബ്ദുൽ ഗഫൂർ ഫാറൂഖി അവറുകളാണ്. എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അധ്യാപിക സുഹൃത്തുക്കളെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ MP അബ്ദുൽ ഗഫൂർ ഫാറൂഖി അവറുകളെ ഈ സെഷൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളമുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പുതുതലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കളെ, ഈ സെഷനിൽ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ബഹുമാന്യനായ CA സയ്യിദ് ഫാറൂഖി, സുലൈമാൻ മേൽപ്പത്തൂർ, മറ്റു സംഘാടകരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു ഒത്തുകൂടലും ഒരുമിച്ച് കൂടലുമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഒരു തലമുറയെ, വരും തലമുറയെ, ഇനിയുള്ള ഒരു തലമുറ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കാവൽഭടന്മാരായി വളർന്നു വരേണ്ട തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ശില്പികളുടെ ഒരു ശില്പശാല എന്ന നിലയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരുമിച്ച് കൂടലാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്.
ഞങ്ങൾ ഇങ്ങനെയൊരു അധ്യാപക കൂട്ടായ്മ പെടുത്താൻ ഉദ്ദേശിച്ചപ്പോൾ സ്വാഭാവികമായും ഉദ്ദേശിച്ചിട്ടുള്ളത് മതവിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അധ്യാപക സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അധ്യാപകരും മാനേജ്മെൻറ്റും സമൂഹവും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് ഒരു വിശദമായ ചർച്ചകളും പഠനങ്ങളും നടത്തുക, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾക്കനുസരിച്ചുകൊണ്ട് പാഠപുസ്തക രചനയിലും കരിക്കുലത്തിൻ്റെ നിർമ്മാണത്തിലും അതുപോലെ വിവിധ സിലബസുമായി ബന്ധപ്പെട്ട മറ്റ് രംഗങ്ങളിലും ആധുനിക കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ടുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ മദ്രസകളിൽ രൂപപ്പെടുത്തേണ്ടതിനെക്കുറിച്ചുമൊക്കെ ഒരു ഉൾക്കാഴ്ച നേടുവാനുള്ള ഒരുമിച്ച് കൂടലായി ഇത് മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന ഒരു തലമുറ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള, അവർക്ക് എന്താണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായി ഈ സമൂഹത്തെ നയിക്കേണ്ടുന്ന ബാധ്യതയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ മദ്രസകളിൽ കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അറിവിലും കഴിവിലും പരിചയങ്ങളിലും അതുപോലെ തന്നെ കുട്ടികളുമായുള്ള സമീപനങ്ങളിലും ഒരു ശിശു സൗഹൃദമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുവാൻ പറ്റുന്ന ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരായിരിക്കണം മദ്രസ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരേണ്ടതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള, ഇതിന് പുറത്തുള്ള എല്ലാ ആളുകളും, കഴിവുള്ള മുഴുവൻ ആളുകളും മതവിദ്യാഭ്യാസ രംഗത്തേക്ക് ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഈ കളരിയിലേക്ക് കടന്നു വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ ഹുമുരിൻ നഅം. മഹാനായ പ്രവാചക തിരുമേനി പഠിപ്പിച്ച ഒരു സംഗതിയാണ്, നിന്നെക്കൊണ്ട് ഒരു മനുഷ്യൻ നന്നായി തീരുക എന്നതാണ്. ചുവന്ന ഒട്ടകങ്ങൾ ലഭ്യമാകുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന ആ ഒരു സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എന്തെല്ലാം പരിമിതികളും പരാധീനതകളും ഉണ്ടെങ്കിലും ഈ ഒരു പുതിയ തലമുറയെ, 21ാം നൂറ്റാണ്ടിനെ അഭിമുഖീകരിക്കുന്ന വിവിധ തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരികമായ ജീർണതകളും അതുപോലെ തന്നെ വെല്ലുവിളികളും ഉയർന്നുകൊണ്ടിരിക്കുന്ന, മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ സംസ്കരിക്കുവാൻ പറ്റുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വരുവാൻ എല്ലാ ആളുകളും തയ്യാറാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ അധ്യാപിക സുഹൃത്തുക്കളും ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ദൗത്യ നിർവഹണം ഇതിൻ്റെ കരിക്കുലത്തെക്കാൾ, ഇതിൻ്റെ സിലബസിനേക്കാൾ, ഇതിൻ്റെ മറ്റെന്ത് ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള എന്ത് സംവിധാനങ്ങളെക്കാളും ഏറ്റവും മൗലികമായി നിൽക്കുന്നത് നമ്മൾ അധ്യാപക സുഹൃത്തുക്കളാണ്, അധ്യാപകരാണ് എന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇന്നാ അർസൽനാക ഷാഹിദൻ വബശീറൻ വനദീറ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അല്ലാഹുവിൻ്റെ പ്രവാചകനോട് അല്ലാഹു തആല പറഞ്ഞു, നിന്നെ ഞാൻ ഒരു സാക്ഷിയായിട്ടാണ് പറഞ്ഞയക്കുന്നത്. ഇന്നാ അർസൽനാക ഷാഹിദൻ വബശീറൻ, ഒരു സന്തോഷവാർത്ത അറിയിക്കുന്ന, ഒരു സൗഹൃദപരമായ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമ്മൾ വിഭാവനം ചെയ്യുന്ന രീതിയിൽ ഒരു സന്തോഷവാർത്ത അറിയിക്കുന്ന, തെറ്റുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹു ഈ മതത്തിലേക്ക്, ഈ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുന്ന, വസിറാജൻ മുനീറ, പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറുന്ന ഒരു വ്യക്തിത്വമാണ് പ്രവാചകന്റെ വ്യക്തിത്വം. ആ പ്രവാചകന്റെ അനന്തരാവകാശികൾ എന്ന നിലക്ക്
ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്ന, അവരുടെ ദിശാബോധം നിർണ്ണയിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ നമ്മൾ ഓരോരുത്തരും ആ രീതിയിൽ ഉൾക്കാഴ്ചയുള്ള, ദീർഘവീക്ഷണമുള്ള, ശരിയായ കാഴ്ചപ്പാടുകളുള്ള, അതുപോലെ സിറാജം മുനീറ, എൻ്റെ നാട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ, എൻ്റെ മദ്രസയിൽ ഞാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുഴുവൻ പ്രകാശം പരത്തുന്ന ഒരു വ്യക്തിത്വമായി മാറുവാൻ, അങ്ങനെ ഒരു മാറ്റമുണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് വമ്പിച്ച ഒരു തുക തന്നെ കേരളീയ മുസ്ലിമീങ്ങൾ മദ്രസാ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ സാംസ്കാരികമായ നിലവാരവുമായി എടുത്ത് പരിശോധിച്ചു നോക്കൂ. മറ്റ് സമുദായങ്ങളിലില്ലാത്ത ഈ മതവിദ്യാഭ്യാസ സമ്പ്രദായം അനുഭവിക്കുന്ന നമ്മളും അത്തരം ഒരു സംവിധാനം പോലും ഇല്ലാത്ത മറ്റു കുട്ടികളും മറ്റ് തലമുറയും തമ്മിൽ, മറ്റ് വിഭാഗങ്ങളും തമ്മിൽ സാംസ്കാരികമായി ജീർണതയുടെ വിഷയത്തിൽ, അതുപോലെയുള്ള ഓരോ വിഷയത്തിലും നമ്മളുടെ അനുപാതം എത്രയാണ്, എങ്ങനെയാണ് നമ്മളൊന്ന് പരിശോധിച്ചേണ്ടതുണ്ട്. അപ്പോൾ ഈ ആനുപാതികമായ നിലയിലല്ലാത്ത വിധം ബീഭത്സമായി കുറ്റകൃത്യങ്ങൾ മുസ്ലിം സമുദായത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ജീർണതകൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് പരിഹാരം, എവിടെയാണ് പ്രശ്നം, ആ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആത്മപരിശോധന ഈ സമൂഹത്തെ നിയന്ത്രിക്കുവാൻ പോകുന്ന അധ്യാപക സുഹൃത്തുക്കൾക്കുണ്ടാകുവാൻ ഈ സമ്മേളനം പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നമ്മൾക്കത് ഒരു വലിയ ഒരു നേട്ടമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് ഈ അധ്യക്ഷ ഭാഷണം ദീർഘിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മദ്രസാ വിദ്യാഭ്യാസത്തെ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും യമനിലേക്ക് മതം പഠിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു തത്വമുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ച ഒരു തത്വമുണ്ട്. ബശ്ശിറ വലാ തുനഫിറ, യസ്സിറ വലാ തുഅസ്സിറ. അങ്ങനെയാ തുടക്കം. യസ്സിറ വലാ തുഅസ്സിറ, ബശ്ശിറ വലാ തുനഫിറ. നിങ്ങൾ കാര്യങ്ങൾ എളുപ്പമുണ്ടാക്കി കൊടുക്കുക, നിങ്ങൾ പ്രയാസപ്പെടുത്തുകയേ ചെയ്യരുത്. നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക, നിങ്ങൾ ഒരിക്കലും നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ അകറ്റരുത്. ഈ ഒരു സന്ദേശമാണ് ഒരു അധ്യാപകന് ഉണ്ടായിരിക്കേണ്ടതെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് CIER കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിലും അതുപോലെ തന്നെ ശിശു സൗഹൃദമായ പാഠപുസ്തക രചനയിലും എല്ലാറ്റിലും ഇസ്ലാഹി പ്രസ്ഥാനം CIER തീർച്ചയായും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് പ്രയോഗവൽക്കരിക്കുവേണ്ട, ഈ സന്ദേശം കൈമാറേണ്ട അധ്യാപക സുഹൃത്തുക്കൾ എന്ന നിലയിൽ നമ്മൾ ആ ദൗത്യം നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് സാധിക്കുമാറാകട്ടെ. നമ്മുടെ കേരളത്തിലൊരു ദിശാബോധം നൽകുന്ന ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനമായി മാറുവാൻ ഇന്ന് CIER-ന് സാധിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം ഇതിൻ്റെ ബന്ധപ്പെട്ട ഭാരവാഹികൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലില്ലാഹിൽ ഹംദു റബ്ബിസ് സമവാതി വറബ്ബിൽ അർദി റബ്ബിൽ ആലമീൻ. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വലഹുൽ കിബ്രിയാഹു ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം ഹുവൽ അവ്വൽ വൽ ആഖിർ വൽ ളാഹിർ വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹുവല്ലദീ ഫിസ് സമാഇ ഇലാഹുൻ വഫിൽ അർദി ഇലാഹുൻ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം. نحمد الله سبحانه ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. اللهم صل وسلم وبارك وانعم على نبيك محمد وعلى آله وصحبه أجمعين. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ അധ്യാപിക സുഹൃത്തുക്കളെ, മറ്റു സഹോദരന്മാരെ,
കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കരുത്തും കാതലുമായി വിശേഷിപ്പിക്കാവുന്ന CIR-ൻ്റെ മദ്രസകളിൽ വിശിഷ്ട സേവനമനുഷ്ഠിച്ചു പോരുന്ന അധ്യാപികമാരുടെ ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. സാധാരണ പറയപ്പെടാറുണ്ട്, നവോത്ഥാനത്തിൻ്റെ പിതാക്കന്മാരും മാതാക്കന്മാരും എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ അധ്യാപകരും അധ്യാപികമാരുമാകുന്നു എന്ന് പറയപ്പെടാറുണ്ട്. നേർക്കുനേരെ നോക്കിയാൽ വളരെ സത്യപൂർണമായിട്ടുള്ള ഒരു പ്രസ്താവനയാണിത്. നവോത്ഥാനം എന്നുള്ളത് ചരിത്രപരമായി നാം പഠിച്ചു നോക്കിയാൽ ഏതൊരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും മുന്നിൽ ആ സമൂഹത്തെ നയിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ്റെ സാന്നിധ്യം, ഒരു മാതൃകായോഗിയുടെ സാന്നിധ്യം, ഒരു മഹാ ആചാര്യൻ്റെ സാന്നിധ്യം നമുക്ക് നേർക്കുനേരെ കാണാൻ സാധിക്കും. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ നമ്മളുടെ ഇളം തലമുറയിൽ രൂപപ്പെടുത്തുന്നതിൽ ഇവിടം കൂടിയിട്ടുള്ള ഈ അധ്യാപകർക്ക് മറ്റാരേക്കാളും വലുതായ ഒരു പങ്കുണ്ട് എന്ന തിരിച്ചറിവാണ് സത്യത്തിൽ അധ്യാപക സമൂഹം എന്ന നിലയിൽ നമ്മളുടെ ഉള്ളിലുണ്ടാക്കുന്ന അഭിമാനബോധം. ഈ അഭിമാനബോധത്തിൻ്റെ തണലിലാണ് നമ്മൾ ഓരോരുത്തരും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും നമ്മളുടെ മതത്തോടുള്ള ഗുണകാംക്ഷയും ഒക്കെ നമ്മൾ നിർവഹിച്ചു പോരുന്നത്. അങ്ങനെ ആണെങ്കിൽ നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന കണ്ണികളായി വർത്തിക്കുന്ന അധ്യാപകർ അവരുടെ മനസ്സും ശിരസ്സുമൊക്കെ നവീനമായിട്ടുള്ള കാഴ്ചപ്പാടുകളാൽ സമ്പുഷ്ടമായിരിക്കണം, സജീവമായിരിക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായ നമ്മളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സമ്മേളനങ്ങളിൽ അതിൻ്റെ ഔപചാരികതകളെ ആവശ്യത്തിന് മാത്രം സ്വീകരിച്ചുകൊണ്ട് ഔപചാരികതകൾക്കപ്പുറം തനിമയെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചുമൊക്കെയുള്ള ശരിയായ വീക്ഷണം രൂപപ്പെടുത്തത്തക്ക വിധത്തിലുള്ള ക്ലാസ്സുകളും പഠനങ്ങളും ചിന്തകളും ഒക്കെ നടക്കണം എന്നതുകൊണ്ടാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ക്ലാസ്സുകൾ നമ്മൾ വെച്ചിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ള വിഷയമായി ലഭിച്ചിട്ടുള്ളത് മതവിദ്യാഭ്യാസം, നവീന കാഴ്ചപ്പാടുകളും പ്രയോഗങ്ങളും എന്നതിനെ സംബന്ധിച്ചാണ്. ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വളരെ ചിന്താപരമായ ഒരു സാമീപ്യമാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. ആവേശത്തിൻ്റെ ഒരു സാമീപ്യമല്ല, അവധാനതയുടെ ഒരു സാമീപ്യമാണ്. വികാരത്തിൻ്റെ സാമീപ്യമല്ല, ഒരു വിചാരത്തിൻ്റെ സാമീപ്യമാണ്. എന്തെങ്കിലും ഉപരിപ്ലവമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ സാമീപ്യമല്ല, ചിന്തയിലൂന്നിന്നുകൊണ്ടുള്ള ഒരു ചിന്താപ്രക്രിയയെ സജീവമാക്കുന്ന ചില സാന്നിധ്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ചിന്താ സാന്നിധ്യം കൊണ്ട് മാത്രം നിർവഹിച്ചെടുക്കാവുന്ന ചില പ്രവർത്തനങ്ങളാണ്. അത് ഒച്ചപ്പാടോ ബഹളമോ അല്ല.
ഒച്ചപ്പാടും ബഹളവും ആവശ്യമുള്ള മേഖലകളുണ്ട്. പക്ഷേ ഇവിടെ ഒച്ചപ്പാടുകളല്ല പ്രധാനമായിട്ടുണ്ടാവേണ്ടത്. നിശബ്ദമായിട്ടുള്ള, വികാരഭരിതമായിട്ടുള്ള, വിചാരബോധത്തോടു കൂടിയുള്ള ചില നിശബ്ദ പ്രവർത്തനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും നമ്മുടെ ഇന്ദ്രിയവുമൊക്കെ ഉണർച്ചയിൽ വരുന്നത് നാം ഒരു നിശബ്ദതയെ പ്രാപിക്കുമ്പോഴാണ്. അങ്ങനെ ആണെങ്കിൽ ആ നിശബ്ദതയിൽ നമുക്ക് ചില കാര്യങ്ങളെ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്തായി മതവിദ്യാഭ്യാസ മേഖല മറ്റേതൊരു വിദ്യാഭ്യാസ മേഖലയേക്കാളും, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഏത് ശാഖയേക്കാളും ഉയർന്ന ഒരു നിലവാരം കാത്തുസൂക്ഷിച്ചു വരുന്നുണ്ട്. പുതിയ നൂറ്റാണ്ട് എന്ന് പറയുന്നത്, ഇസ്ലാമിക ചിന്തകന്മാർ പറയുന്നത്, ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമാകുന്നു എന്നാണ്. ഏറെക്കാലം ആരും നോക്കിക്കാണുവാനില്ലാതെ, പരിവർത്തനത്തിൻ്റെ ഒരു സ്പർശവുമേൽക്കാതെ കാലങ്ങളായി നിലനിന്നിട്ടുള്ള ചില തത്വങ്ങളും പ്രയോഗങ്ങളുമാണ് മതവിദ്യാഭ്യാസ മേഖല അനുഭവിച്ചു പോന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് ലോകത്തെമ്പാടും നവീനമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നവീനമാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ കൈകളിലുള്ള CARൻ്റെ പാഠ്യപദ്ധതി പോലും ഏറെ പിന്നിലാണ് എന്നാണ് പുതിയ പഠനങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നത്. നിങ്ങൾ CARൻ്റെ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ കെട്ടിലും മട്ടിലും ഉള്ളടക്കത്തിലുമൊക്കെ ഇന്ന് നിലവിലുള്ള പാഠ്യപദ്ധതിയേക്കാൾ ഒരു വലിയ ഔന്നത്യം നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. അതിൻ്റെ ആ സ്പർശം അധ്യാപകരായ നിങ്ങൾക്കും നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഇനിയും വലിയ മാറ്റത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് മതവിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നവീന പ്രവർത്തനങ്ങളുടെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇൻഷാ അല്ലാഹ് മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളും, അത് നിങ്ങളിലേക്ക് എത്തിക്കും. അതിനുള്ള പരിശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അതെന്താണ് എന്ന തിരിച്ചറിവാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾ നേടിയെടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ വിചാരത്തിൽ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നിറഞ്ഞ ഒരു വിശകലനം നിങ്ങൾ നിർവഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 4-5 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി പുതിയ മതവിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താണ് എന്ന് നമുക്ക് ചെറിയ തോതിൽ പ്രതിപാദിക്കാവുന്നതാണ്. അധിക വിശദീകരണങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് നിർവഹിക്കാം. കാരണം അത്തരം മനസ്സുകളാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാം മുഴുവനും വിശദീകരിച്ച് പൂർത്തീകരിക്കേണ്ട ഒരു സദസ്സല്ല ഇത്. പൂർത്തീകരിക്കേണ്ടത് നിങ്ങളാണ്. തുടക്കം മാത്രമേ ഇവിടം നമ്മൾ നിർവഹിക്കുന്നുള്ളൂ. അതിലൊന്ന്, മതവിദ്യാഭ്യാസം എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. ഇവിടമാണ് പുതിയ കാഴ്ചപ്പാടിൻ്റെ തുടക്കം തന്നെ. അത് ഒറ്റ വരിയിൽ പറഞ്ഞാൽ അൽ മുഹാഫളത്തു അലൽ ഫിത്രത്തി സലീമ, നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. മതവിദ്യാഭ്യാസം എന്നത് ഒറ്റ വാക്കിൽ എഴുതി വെക്കാൻ സാധിക്കുമെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പദമാണിത്, ഒരു വാക്യഘടനയാണിത്. മതവിദ്യാഭ്യാസം അത്തർബിയത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്നത്, അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ, പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ സംശുദ്ധ പ്രകൃതിക്കുള്ള
ഭൗതികവും ബൗദ്ധികവുമായിട്ടുള്ള സംരക്ഷണമൊരുക്കലാണത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. മതവിദ്യാഭ്യാസ ചിന്തകന്മാർ അവർ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ ശൈശവദശ ഇസ്ലാമികമായ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുകയുണ്ടായി. ഈ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിൽ അവർക്ക് അറിയാനും ബോധ്യപ്പെടാനും സാധിച്ചിട്ടുള്ളത് ഒരു കുഞ്ഞിൻ്റെ ആദ്യ ശൈശവ കാലഘട്ടം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ്. ഈ 4 ഘട്ടങ്ങളിൽ സുപ്രധാനമായ ഘട്ടമെന്ന് പറയുന്നത് 2ാം ഘട്ടമാകുന്നു എന്നാണ്. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മളുടെ ചിന്തയിൽ ഇത്തരം കാര്യങ്ങൾ വന്നു ചേരാത്തത്. ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ അതിൻ്റെ ആദ്യ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 വർഷമാണ്. അതിൽ 10 മാസം ഗർഭമാണ്, 2 വർഷം ഭാഷയാണ്. എന്നിട്ട് പോലും അവർ പറയുന്നത് അൽ-ലുഗൽ അറബിയ്യ ലിൽ ഖുർആൻ വബിൽ ഖുർആൻ. എന്നിട്ട് അവർ ഭാഷ പഠിപ്പിക്കുന്നത് ഖുർആനിലൂടെയാണ്. എത്ര രസം! പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ അറബി ഭാഷ പഠിക്കുന്ന കാലഘട്ടത്തിൽ ബനിയൻ, ബ ബ ഫത്ഹ ബ, നൂൻ കസ്ര നീ, ബനി, യാ ഫത്ഹ യാ, ബനിയ, നൂൻ സുകൂൻ, ബനിയൻ. ഞാൻ അന്ന് എനിക്ക് ബോധം വന്ന കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പഠിച്ചോനെ ബനിയൻ, ജനൽ, ജനാല, ജനാല, ജീം ഫത്ഹ ജ, നൂൻ ഫത്ഹ ന, അലിഫ് മദ് ജന, ലാം ഫത്ഹ ല, ജനാല. ഇതെന്താ അറബിയ? ജനാലെ കൂടി അറബി പഠിക്കാൻ പറ്റുമോ? അത് പറ്റൂലല്ലോ, പാടില്ലല്ലോ. പക്ഷെ അന്ന് അങ്ങനെ നിവൃത്തിയുള്ളൂ. എന്നാൽ ഇന്ന് പക്ഷെ നമ്മൾ പിന്നെയും തകരാറിലായിപ്പോയി. അസദുൻ, ഫീലുൻ, ഇതും ഖുർആനിലേക്ക് എത്തുന്നില്ല പലപ്പോഴും. ഇതൊക്കെ അസദിലും ഫീലിലും തടഞ്ഞങ്ങനെ നിൽക്കുന്ന. ഖുർആനിലേക്ക് എത്തണം. നമ്മുടെ മനസ്സും ശിരസ്സും ഖുർആനിലേക്ക് എത്തേണ്ടതുണ്ട്. ഖുർആൻ അറബിയും മുബാനായിട്ടുള്ള ഒരു ഭാഷാ പ്രതലമുണ്ട് അതിന്. ആ പ്രതലത്തിലേക്ക് എത്തണമെങ്കിൽ നവീന ചിന്തകന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നു അൽ-ലുഗൽ അറബിയ്യ ലിൽ ഖുർആൻ വബിൽ ഖുർആൻ. പുതിയ മെത്തഡോളജി, എന്ത് രസകരമായ മെത്തഡോളജിയാണെന്നറിയാമോ? അത് നവീനമായിട്ടുള്ള മെത്തഡോളജിയാണത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാവുന്നതാണ്, പരീക്ഷിക്കാവുന്നതാണ്, നമുക്കെടുത്ത് പ്രയോഗിക്കാവുന്നതാണ്. ഗുണമാണോ അല്ലേ എന്ന് നമുക്ക് പരിശോധിക്കാമല്ലോ. മാറ്റത്തിനോടൊപ്പം അത്തരമൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അവസാനിപ്പിക്കുകയാണ്. എനിക്ക് നിർദ്ദേശം തന്നത് ഇനി അടുത്തുള്ള സുലൈമാൻ നമ്മുടെ കൂട്ടുകാരനാണ്. അദ്ദേഹം വരുന്നത് വരെ സയ്യിദ് ഫാറൂഖ് നിങ്ങൾ സംസാരിക്കണം. പക്ഷേ എൻ്റെ ഇടയ്ക്ക് ഹുസൈൻ മൗലവി വന്നതുകൊണ്ട് ഇങ്ങനെ രണ്ടിൽ ഇടയിലാണ് ഞാനുള്ളത്. ഒറ്റ പോയിലൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹുസൈൻ മൗലവിക്ക് സമയം ആവശ്യമുണ്ട്. നിങ്ങൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു സംഗതി നെക്സ്റ്റ് പറയുന്നതാണ്. നേരത്തെ പറഞ്ഞൊന്നും ചിന്തിക്കേണ്ടതല്ല, പക്ഷേ ഈ പറയുന്നതും നിങ്ങളുടെ ചിന്തയിൽ സജീവമായി തന്നെ നിൽക്കണം. അത്തഫ്സീറുൽ അത്ഫാൽ, അത്തഫ്സീറുൽ അത്ഫാൽ. സുബ്ഹാനല്ലാഹ്, കുട്ടികൾക്കുള്ള തഫ്സീർ. നിങ്ങൾ കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ പദപ്രയോഗം? ഖുർആനിൻ്റെ ശിശുമിത്ര വിവരണം മലയാളീകരിച്ചാൽ അങ്ങനെയാണ് കിട്ടുക. ഖുർആനിൻ്റെ ശിശുമിത്ര വിശദീകരണം. എന്ത് രസമാണെന്നറിയാം മെത്തഡോളജി. കേട്ടു നോക്ക്, 2 മിനിറ്റ് കൊണ്ട് പറയാം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. 3 വയസ്സായ കുട്ടിനെ പഠിപ്പിക്കുക. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. ഖലഖ അതിനർത്ഥം പറഞ്ഞു കൊടുക്കും. ഖലഖ. അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും
അൻതുമാത തറവും. അപ്പോൾ ഒരു കാണുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കും. അപ്പോൾ ഓരോ കുട്ടിയുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പറയും. അപ്പോൾ ടീച്ചർ ചോദിക്കും, മാ ഹാദിഹി യദി വഅയ്നി വറഅസി. ഇനി അനലിറ്റിക് ലേണിംഗ് ആണ്. നമ്മൾ മനുഷ്യനുണ്ടാക്കിയ സാധനം ഉണ്ടാവും, ഈ ടീച്ചറുടെ അടുത്ത് തന്നെ ആപ്പിൾ, പച്ചക്കറി സാധനങ്ങൾ, ഒറിജിനൽ സാധനങ്ങൾ അതും ഉണ്ടാവും. എന്നിട്ട് കുട്ടിയോട് ചോദിക്കും, ഒരു പേന എടുത്തിട്ടോ വേറെ എന്തെങ്കിലും സാധനം എടുത്തോ, മൻ ഖലഖ ഹാദ. ഒരു ആപ്പിൾ എടുത്തിട്ട് ചോദിക്കും, മൻ ഖലഖ ഹാദ. ആലോചിച്ച് നോക്കിയ ഖലഖ. അപ്പൊ ഈ ലോകത്ത് നിങ്ങൾ എന്താ കാണുന്നത്? അൽ ഖലായിഖ് അവിൽ മഖ്ലൂഖാത്ത്. ശരി, ഇതിൽ അല്ലാഹു പഠിച്ചത് ഏതൊക്കെ നോക്കി? ആന വ അൻത വ അൻതി വ ഹാദിഹി തുഫാഹ വ ഹാദിഹി നാരിഞ്ച. നമ്മളുണ്ടാക്കിയതോ ചെറിയ ചെറിയ സാധനം, അത് തമ്മിൽ താരതമ്യം ചെയ്യാൻ പറയും. ഏതാ ഏറ്റവും ഉഷാറ്? ഇപ്പം സ്വാഭാവികമായിട്ടും ആ അവസ്ഥയിൽ അവർ പറഞ്ഞു കൊടുക്കും, في هذا العالم شيئان فقط الخالق والخلائق. من الخالق؟ الله. എന്നിട്ട് അവർ അപ്ലൈ ചെയ്യും. അവർ സുബ്ഹാനല്ലാഹ്. ഓരോ സാധനം എടുത്തിട്ട് ഓരോ സാധനം, മൻ ഖലഖ ഹാദാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ അപ്ലൈ ചെയ്ത്, ദീന അഖീദ അപ്ലൈ ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഖീദ അപ്ലൈ ചെയ്തു. ഇന്നാ ലില്ലാഹ് ഒറിജിനൽ ലക്ഷ്യം അപ്ലൈ ചെയ്തു. എന്ത് രസകരമായ ഖുർആന്റെ ശിശുസ്പർശ വിശദീകരണം. തഫ്സീറുൽ അത്ഫാൽ. നമ്മളുടെ നാട്ടിന് അന്യമായി പോയിട്ടുള്ള ഒരു സാധനമാണിത്. അവർ ചോദിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ശ്വസിക്കുന്നില്ലേ? ഉണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഉണ്ട്. നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ലേ? ഉണ്ട്. നിങ്ങൾ വസ്ത്രം ധരിച്ചിട്ടില്ലേ? ഉണ്ട്. ഈ കുട്ടിയും ഇതൊക്കെ ചെയ്യുന്നില്ലേ? നിങ്ങൾ ഓടുന്നില്ലേ, ചാടുന്നില്ലേ, നടക്കുന്നില്ലേ, കിടക്കുന്നില്ലേ, ഉറങ്ങുന്നില്ലേ, അടിക്കുന്നില്ലേ, ഇടിക്കുന്നില്ലേ, പിടിക്കുന്നില്ലേ? ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യാത്ത എന്താണ് കുട്ടി ചെയ്യാത്തത്? ഒരു കുട്ടി സ്പർശമുണ്ട് എന്നല്ലാതെ, കുട്ടികൾ ചെയ്യുന്നതിൽ ഒരു കുട്ടി സ്പർശമുണ്ട്, നമ്മൾ ചെയ്യുന്നതിൽ ഒരു വൻസ്പർശമുണ്ട് എന്നല്ലാതെ ഒരു വ്യത്യാസവുമില്ല. എങ്കിൽ നിങ്ങളോടുള്ള ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ ഒരു കുട്ടി സ്പർശത്തോടു കൂടി ആ ഖുർആനിനെ കുട്ടികൾക്ക് മനസ്സിലാകുമെന്നാണ് പുതിയ എഡ്യൂക്കേഷൻ തിയറി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആണെങ്കിൽ അള്ളാഹു എത്ര മഹാനാണ്, എത്ര ഔന്നത്യമുള്ളവനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു വലിയ വൻ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തൊരു വലിയ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് നമ്മൾ വിധേയമാകണം. നമ്മുടെ ചിന്ത വിഷയീഭവിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അതിന് ഉൾക്കൊള്ളാൻ സാധിക്കണം. നമ്മുടെ അധ്യാപകർക്ക് ഈ സന്ദേശത്തെ ഏറ്റെടുക്കാൻ സാധിക്കണം, കൈമാറാൻ സാധിക്കണം, ചിന്തയെ വിപുലപ്പെടുത്താൻ സാധിക്കണം. എല്ലാ തരത്തിലും. അതല്ലാതെ ഒരു ജഡത്വം നമ്മളെ ബാധിക്കരുത്. ഒരു അത്യുന്മേഷത്തോടു കൂടിയുള്ള ഒരു വലിയ മുന്നേറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 10 വർഷം നമ്മുടെ CIR പിന്നിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ഒരു 10 വർഷം ഒരു നവീനമായ ഒരു കാലഘട്ടമാണ് CIRനുള്ളത്. അവിടുന്ന് അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്ന് അള്ളാഹുവിനെ അറിയൂ. നമുക്കറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ നിശ്ചയം അങ്ങനെ നടന്നുകൊള്ളും. പക്ഷെ നമ്മൾ പ്രവർത്തിക്കേണ്ടത്, നമ്മളറിയേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, അത് മറ്റാരെയും നമ്മൾ ഏൽപ്പിക്കരുത്. നമുക്ക് ചിന്തിക്കാനുള്ള, പ്രവർത്തിക്കുവാനുള്ള ഒരു കാലഘട്ടം നമ്മളുടെ കയ്യിലുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ പ്രമുഖന്മാരായിട്ടുള്ള നവോത്ഥാന നായകന്മാർ അവരുടെ കാലഘട്ടത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്തയുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ. നമ്മുടെ ചിന്തയുടെ ഉൽപ്പന്നങ്ങൾ ആരാണ് എന്ന് നമുക്ക് നിർവചിക്കാൻ സാധിക്കണം. ആ നിർവചനത്തിൻ്റെ പ്രവർത്തനത്തെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ കേട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവണം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വീക്ഷണം ഉണ്ടാവണം.
നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വിമർശനം ഉണ്ടാവണം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആശങ്കകളുണ്ടാവണം. ആശങ്കകളും വിമർശനങ്ങളും ചിന്തകളും പ്രതിപാദനങ്ങളും ചർച്ചകളും ഒക്കെ ഈ ഒരു പാഠ്യപദ്ധതിക്ക് അനിവാര്യമാണ്, അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ അധ്യാപകർക്കുള്ള CER പ്രസിദ്ധീകരിച്ച ലേണിംഗ് മെറ്റീരിയലിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെന്റ് ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ ഏറ്റുവാങ്ങുന്നത് മലപ്പുറം DEO ബഹുമാനനായ P. സഫറുള്ള സാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, മദ്രസ അധ്യാപക സമ്മേളനം ഗംഭീരമായി തുടരുന്നതിനിടയിൽ പുതിയ പഠനോപകരണങ്ങളുടെ ഉദ്ഘാടനമാണ്, അതിൻ്റെ പ്രകാശനമാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ കുട്ടികളെ മതബോധമുള്ളവരാക്കി തീർക്കുവാൻ നമ്മുടെ മുൻഗാമികൾ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് മദ്രസ പ്രസ്ഥാനം. അത് വ്യവസ്ഥാപിതമായി കൊണ്ടുവന്നത് മുജാഹിദ് പ്രസ്ഥാനമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്മ നിറഞ്ഞതായതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തവരും ക്രമേണ നമ്മുടെ പ്രവർത്തന രീതി സ്വീകരിക്കുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. പുരോഗതി ഇല്ലാതിരുന്ന മദ്രസ പ്രസ്ഥാനത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവന്നതിൽ CIRന് വലിയ പങ്കുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നത് മർഹൂം ചായല്ലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി കൊണ്ടുവന്ന മദ്രസ പ്രസ്ഥാനം അതൊരു വിപ്ലവമായിരുന്നു എന്നാണ്. അദ്ദേഹം കൊണ്ടുവന്ന വിപ്ലവം മദ്രസയിൽ ബെഞ്ചും ഡെസ്കും ബോർഡും മദ്രസയിൽ പാഠപുസ്തകങ്ങളും പരീക്ഷയും കരിക്കുലവും സിലബസും ഒക്കെ ഉണ്ടാക്കി എന്നതാണ്. അതൊരു വലിയ വിപ്ലവം തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ പിന്നെ കാണുന്നത് അത് കഴിഞ്ഞ് 50 കൊല്ലം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയാണ് അവസ്ഥ എന്നതാണ്. മദ്രസയിൽ ബെഞ്ചും ഡെസ്കും സിലബസും ടെക്സ്റ്റ് ബുക്കും കരിക്കുലവും ഒക്കെ കൊണ്ടുവരുമ്പോൾ അന്ന് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഉണ്ടായിരുന്ന പഠനോപകരണങ്ങൾ അതായിരുന്നു, സൗകര്യങ്ങളും അതായിരുന്നു. പക്ഷേ സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളുമൊക്കെ അവിടെ നിന്ന് വലിയ പരിഷ്കരണങ്ങളും മാറ്റങ്ങളും സ്വീകരിച്ചപ്പോൾ നമ്മൾ 50 കൊല്ലം മുമ്പ് ചായല്ലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നമുക്ക് തന്ന ബെഞ്ചും ഡെസ്കും മാത്രമായി കഴിഞ്ഞു കൂടുകയായിരുന്നു. അപ്പോൾ ഇത്രയും കാലം പിന്നെ ഒരു പരിഷ്കരണത്തിനൊരു പരിഷ്കർത്താവ് ഉണ്ടായില്ല എന്നതോ പരിഷ്കരണ ചിന്തയുള്ള വീക്ഷണമുള്ള ഒരു വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല എന്നതോ ആണ് ആ മരവിപ്പിന് കാരണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ 10 വർഷമായി CIR വളരെ വിദഗ്ധരായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുകയും ഇതുപോലെ പഠനോപകരണങ്ങൾ ഉണ്ടാക്കുകയും പുതിയ പാഠ്യ ക്രമങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ നൽകുകയും ചെയ്തപ്പോൾ വമ്പിച്ച മാറ്റം ഉണ്ടായിട്ടുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങളാണ് ശരിക്ക് മദ്രസ പഠനകാലത്ത് കുട്ടികൾക്ക് കിട്ടേണ്ടതുള്ളൂ. ഞാൻ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്, പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിച്ചു. എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് എന്താ മദ്രസയിൽ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. ഇപ്പോൾ നമുക്കറിയാം, നമുക്കൊരുപാട് വിജ്ഞാനങ്ങളുണ്ട്. ഈ വിജ്ഞാനങ്ങളിൽ മദ്രസയിൽ പഠിച്ചതുകൊണ്ട് നമ്മിലുള്ളത് എന്താണോ അതേ പഠിപ്പിക്കേണ്ടതുള്ളൂ. ബാക്കി നമ്മൾ ഹുത്തുബകൾ കേൾക്കുന്നു, ഖുർആൻ പരിഭാഷ വായിക്കുന്നു, സമ്മേളനങ്ങൾക്ക് പോകുന്നു, ക്ലാസ്സുകളിൽ നിന്ന് അറിയുന്നു, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. എൻ്റെ അനുഭവം, ഞാൻ മദ്രസയിൽ പഠിച്ചുകൊണ്ട് ഇപ്പോഴും എനിക്കറിയാവുന്നത് ഖുർആൻ ഓതാൻ പഠിച്ചു, നമസ്കാരത്തിൽ ചെല്ലാനും പറയാനുള്ള ദുആകളും ദിക്റുകളും ഒക്കെ പഠിച്ചു, ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളൊക്കെ പഠിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്ര സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, സ്വഭാവ സംബന്ധമായ കുറച്ച് പാഠങ്ങൾ പഠിച്ചു. അതേ അന്ന് പഠിച്ചത് കൊണ്ട് ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. വേറെയും കുറേ പഠിച്ചിരുന്നു, അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും.
അതുപോലെ ചിലത് ആ പ്രായത്തിന് ആവശ്യമില്ലാത്തതും നമ്മുടെ നാട്ടിന് പ്രായോഗികമല്ലാത്തതും അതും കുറേ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ CIR പുസ്തകത്തെക്കുറിച്ച് ഒരു മദ്രസാധ്യാപകൻ എന്നോട് പറഞ്ഞ പരാതി എന്താണെന്നറിയാം? അത് 2 ദിവസം പഠിപ്പിക്കാനേ ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ കാര്യം. അത് 2 ദിവസം പഠിപ്പിക്കാൻ നമ്മുടെ പുസ്തകമുള്ളൂ. ഇവർ പറയുന്നത് ഒരു കൊല്ലത്തിനുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്നറിയാം, അതെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നറിയാത്തത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നം. അത്രേ വേണ്ടല്ലോ. ഇപ്പോൾ വുളു എടുക്കേണ്ടത് എങ്ങനെയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തത് അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനൊരു പീരീഡേ ആവശ്യമുള്ളൂ. കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, വുളു എടുത്ത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. 1-ാം ക്ലാസ് മുതൽക്ക് 6-ാം ക്ലാസ് വരെയും എല്ലാ ക്ലാസ്സിലും വുളുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് മനഃപ്പാടമാവുന്നല്ലാതെ വുളു ആകിയില്ല പലപ്പോഴും. അപ്പോൾ നമസ്കരിക്കാനും അത്രേ വേണ്ടൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വലുതായാൽ അവശേഷിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് പഠിപ്പിക്കുക. നമ്മുടെ പല മദ്രസകളുടെയും ഒരു നിലവാരം എന്താണെന്നറിയാം. അപ്പോൾ എനിക്കറിയാം, ഒരു മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പ്രദേശത്ത് മോങ്ങത്തെ മദ്രസയിൽ, ഞാൻ മോങ്ങത്ത് താമസിക്കുന്ന കാലത്ത് ഒരുപാട് മുജാഹിദുകളല്ലാത്ത കുട്ടികൾ വരും. മുജാഹിദുകളെക്കാൾ ഏറെ. അതിനാകെ കാര്യം പറയുന്നത് എന്താ പറയുക, ആ മദ്രസയിൽ പോയാൽ നല്ല മഹ്റജ് ഒക്കെ ശ്രദ്ധിച്ച് ഉച്ചരിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ പ്രായം ചെന്ന എല്ലാവരുടെയും ഉസ്താദായിരുന്ന ഒരു അധ്യാപകൻ വളരെ കൃത്യമായി ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു രക്ഷിതാവിന് അറിയേണ്ടത് മക്കൾ തെറ്റുകൂടാതെ ഖുർആൻ ഓതാൻ കഴിയുന്നുണ്ട് എന്നാണ്. അവിടെ നമ്മൾ 100 പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ തെറ്റുകൂടാതെ ഖുർആൻ ഓതാൻ കഴിയുകയും കുട്ടികളിൽ അടിസ്ഥാന വിജ്ഞാനമുണ്ടാവുകയും സൽസ്വഭാവം, ദീന്, വികാരം, ഇപ്പോൾ സയ്യിദ് ഫാറൂഖിയൊക്കെ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ചിന്തയുണ്ടായാൽ മദ്രസ അത്ര മതി. 1 മണിക്കൂർ തന്നെ മതി ഒരു ദിവസം. എന്നാൽ കുട്ടികൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരും. മദ്രസ അധ്യാപകർക്കുള്ള സമയം കുറവാണ്. ഇപ്പം പഴയ മാതിരിയല്ല, കുട്ടിയും അധ്യാപകനും. എന്നാലും മദ്രസ അധ്യാപകൻ ആ കുട്ടിയുടെ ഒരു വഴികാട്ടിയായിരിക്കണം. അപ്പം നമ്മുടെ പ്രസ്ഥാനത്ത് നിന്ന് എൻ്റെ രാവും പാലും പണിയെടുക്കുന്ന ഒരു ഘടകം, ഒരു വിഭാഗം മദ്രസാധ്യാപകർ തന്നെയാണ്. മദ്രസാധ്യാപകരാണ് നമ്മുടെ ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കുന്നത്, സംഘടനാ മീറ്റിംഗ് നടത്തുന്നത്, വാൾ പോസ്റ്റർ ഒട്ടിക്കുന്നത്, ചുമരെഴുതാൻ പോകുന്നത്. അതിൻ്റെ സജീവമായ ഒരു സാന്നിധ്യമാണ്. അപ്പോൾ വലിയ ബർക്കത്തുള്ള, വലിയ അനുഗ്രഹമുള്ള ഒരു അമലാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം. അധ്യാപനം ഒരു ധർമ്മവും ഒരു കർമ്മവുമായി നമ്മൾ സ്വീകരിക്കണം. അധ്യാപനം എന്നത് വെറും ഒരു തൊഴിൽ എന്നതിൻ്റെ അപ്പുറത്ത്, ഇപ്പം തർബിയത്ത് എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുമെങ്കിലും അത് പരിശീലനമാണ്. ആളുകളെ യോഗ്യരാക്കി തീർക്കുക എന്നതാണ്. ആ നിലക്ക് കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് അധ്യാപകർക്ക് സാധിക്കണം. അധ്യാപകരിൽ നിന്ന് അബദ്ധം വരാതിരിക്കാനുള്ള ഒരു പഠനവും നമുക്കുണ്ടാകണം. കുട്ടികളുടെ ഒന്നാമത്തെ മാതൃക മദ്രസാധ്യാപകനായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല വാക്ക് പറയാനും നല്ല നിലക്ക് പെരുമാറാനും കുട്ടികൾക്ക് അനുകരിക്കാൻ പറ്റിയ വൃത്തിയും സൽസ്വഭാവവും അതുപോലെ യോഗ്യതയുമുള്ള ഒരു വ്യക്തിത്വമായി തീരാനും മദ്രസാധ്യാപകർക്ക് സാധിക്കണം. ഈ പഠനോപകരണങ്ങളൊക്കെ അതിൻ്റെ അനുബന്ധ സഹായികളാണ്, അല്ലെങ്കിൽ സഹായികൾ മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയും നമ്മുടെ ഈ മദ്രസാ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തും പുറത്തുമുള്ള ആളുകൾക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത്തൗഹീദ് ദ്വൈമാസിക ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദാവ, RM റോഡ്, കോഴിക്കോട്. വായനയുടെ ഇസ്ലാമിക മാനം. ശബാബ് വാരിക, പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ കുടുംബമാസിക, മർക്കസുദഅവ, RM റോഡ്, കോഴിക്കോട്.